എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി 2026 എങ്ങനെയാണ് നോക്കാം. Queen of Swords, World card, Page of Wands, Seven of Wands, Ten of Pentacles, the Sun card. ആദ്യം തന്നെ ക്യൂൻ ഓഫ് സോട്സ് എനർജി കണക്ഷൻസ്. നിങ്ങൾ വളരെ പല കാര്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന അവസരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു എന്നതിൻ്റെ ഒരു സന്തോഷവും തൃപ്തിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. ഒരു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റുന്നു എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പലപ്പോഴും നിങ്ങൾ സംസാരിക്കുന്ന ആളുകൾ പക്ഷേ അവർക്ക് നിങ്ങൾ പറയുന്നത് അവരിലേക്ക് നല്ല രീതിയിൽ കൺവേ ആകുന്നുണ്ടാവില്ല. അങ്ങനെ പല രീതിയിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നു, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, വൈസായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ ഒരു ഇമോഷണലി, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് അത് അവരുടെ ഒപ്പീനിയൻ, നമ്മൾ ഫാക്ട്സ് പറയുമ്പോൾ ഒപ്പീനിയൻ്റെ ബേസിസിൽ മറുപടി പറഞ്ഞാൽ അതിൽ അവർ അർത്ഥം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫാക്ട്സ് സംസാരിക്കുമ്പോൾ അതല്ല സയൻസ് ആണെങ്കിൽ സയൻസ് സംസാരിക്കുക എന്നുള്ളത്. ഓരോന്നിൻ്റെയും വ്യക്തത മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതേപോലെയുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, ഇൻ്റലക്ച്വലായിട്ട് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ വളരെ ഉയർന്നൊരു പൊസിഷനിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സോ മാനേജറൽ പൊസിഷൻ, ഗ്രേസ്ഫുള്ളായിട്ട് നിന്ന് സംസാരിക്കാനായിട്ട് പറ്റുന്നു, അൺബയാസ്ഡ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നു, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ എന്നുള്ളത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ മാനേജറിൽ അതുപോലുള്ള പൊസിഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി മാനേജറൽ പൊസിഷനിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉയർന്ന പൊസിഷനിലേക്ക്, ഇപ്പോൾ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, CEO ലെവലിലേക്ക് ഉയർന്ന തലത്തിലേക്ക് എത്താനുള്ള ചാൻസസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു മാസത്തിൽ തന്നെ ആ ഒരു പ്രൊമോഷൻ ലഭിക്കണമെന്നില്ല. ചില ആളുകൾക്ക് ഈ ഒരു മാസത്തിൽ പ്രൊമോഷൻ ആവും, മറ്റു ചിലർക്ക് ഈ ഒരു മാസത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ മാസം ചെയ്യുന്ന പ്രവൃത്തികളോ നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളോ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷനോ ശമ്പള വർധനമോ അതുപോലെ നല്ല കാര്യങ്ങൾ നേടിത്തരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു സമയമാണ് എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡാണ്. സോ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് വേൾഡ് കാർഡ് എനർജി എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതൽ അതിലേക്ക് ചിന്തിക്കുന്നില്ല. അതിന് പകരം ഒരു കംപ്ലീഷൻ ഫേസിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലീഷൻ ഫേസ് എന്നുള്ളത് ഒരു നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതിലേക്ക് ഇറങ്ങുകയാണ്, പുതിയൊരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ നേരായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നിടത്ത് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് വിട്ട് കളയേണ്ടുന്ന ഒരു സമയമൊന്നുമല്ല, പല കാര്യങ്ങളുടെ പര്യവസാനമാണ്. നിങ്ങളായിട്ടൊന്നും എനിക്കിത് മതി എന്ന് പറഞ്ഞ് നിർത്താൻ ശ്രമിക്കാതിരിക്കുക. കാരണം പല കാര്യങ്ങളും നിങ്ങളായിട്ട് നിർത്തേണ്ട ഒരു സിറ്റുവേഷനല്ല, മറിച്ച് ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നിങ്ങൾ പൂർത്തിയാക്കുകയും അതവിടെ തീരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തീരുമ്പോൾ നിങ്ങളൊരു സന്തോഷത്തോട് കൂടിയിട്ട്, ഒരു ആത്മനിർവൃതിയോട് കൂടിയിട്ട് വിചാരിച്ച കാര്യം പൂർത്തിയാക്കിയിട്ട് നിങ്ങളത് നിർത്തുക എന്നുള്ള രീതിയിലാണ് സൂചിപ്പിക്കുന്നത്. ഒരു സക്സസ്ഫുൾ കൺക്ലൂഷൻ എന്നുള്ളത് ജോലി സംബന്ധമായിട്ടുള്ള സിറ്റുവേഷൻ ആയാലും ഫാമിലി സാഹചര്യത്തിലാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് കാര്യമാണ് നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യാസമായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വലിയൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാനോ അത് ഇതുവരെ മുടങ്ങി കിടന്നിരുന്ന കാര്യമായിരിക്കും, ആ പ്രോജക്റ്റ് നിങ്ങൾ പൂർത്തിയാക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയതാവാം,
ഈ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും IT പ്രൊജക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊജക്റ്റ് ആയിരിക്കാം. അതല്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും വീട് പണി ആയിരിക്കും അതൊരു പ്രൊജക്റ്റായിട്ട് കാണുന്നെങ്കിൽ പേഴ്സണൽ ലൈഫിൽ വീട് പണി കുറച്ച് നാളായിട്ട് മുടങ്ങി കിടക്കുന്നു, അത് നടക്കുന്നില്ല, അത് ഫൈനലി പണി പൂർത്തിയാക്കുന്ന സിറ്റുവേഷൻ കുറച്ചുകൂടി ബാക്കിയുള്ളത് പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാതെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാവുന്നു, അത് പണി പൂർത്തിയാക്കുന്നു എന്നുള്ള രീതിയിലും സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിൽ നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഫ്രീ സ്പിരിറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾ നൽകുന്നു. ലിമിറ്റ്ലെസ് ഐഡിയാസ്, പൊട്ടൻസീസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിരിക്കെ സ്പോർട്സ്, ആർട്സ് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആകുന്നുണ്ട്. ഒത്തിരി സമ്മാനങ്ങൾ വാരി കൂട്ടാനുള്ള അവസരം ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ ഈ മാസത്തിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ട്രെയിനിങ്ങോ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് വരുന്ന എന്തെങ്കിലും മത്സരങ്ങളിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു രീതിയിൽ പ്രകടനം കാഴ്ചവയ്ക്കുകയും സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾ വളരെ ആക്റ്റീവായിരിക്കും, പ്രോ ആക്റ്റീവായിരിക്കും. അപ്പോൾ ജോലിയിലൊക്കെ വളരെ അത്യുത്സാഹം ഭരിതരായിട്ട് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളുടെ മേലധികാരികൾ അത് കാണുകയും അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത് യുവർ ഫീലിംഗ് ദാറ്റ് നിങ്ങൾക്ക് പല കഴിവുകളും ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ പെർമിഷൻ കൊടുക്കുകയാണ് ഡ്രീം ചെയ്യാനായിട്ട്, സ്വപ്നങ്ങൾ കാണാനായിട്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ ഉള്ള ആ ഒരു സമ്മതം പോലും നമുക്ക് കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ആക്റ്റീവ് ആവുന്നു, നിങ്ങൾക്ക് ആ ഒരു സമ്മതം കൊടുക്കുന്നു, നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നു, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു എനർജി അടുത്തിടെയായിട്ട് ഭയങ്കര ആങ്സൈറ്റി, സ്ട്രെസ്സ്, പാനിക് അറ്റാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ഉന്മേഷഭരിതമായിട്ടുള്ളൊരു തിരിച്ചുവരവ് ഈ ഒരു മാസത്തിൽ സംഭവ്യമാകാം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. 7 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പം ഇത് ചില ആളുകൾ എന്തെങ്കിലും കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അതേപോലുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടാവും. മറ്റു ചിലർ നിങ്ങൾ സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ സൃഷ്ടിച്ച് അതിൽ മുന്നേറുന്ന ഒരു സിറ്റുവേഷൻ ആകാം സൂചിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ നിങ്ങൾ സ്വയമേ തിരിച്ച് നിങ്ങളെ പിടിക്കുന്ന ഒരു മാസമാണ്. ഇപ്പോൾ ഒത്തിരി ഇപ്പോൾ എനിക്ക് ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2020 അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ തുടങ്ങി ഇതുവരെ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്സാണ്, നിങ്ങൾക്ക് ഒത്തിരി നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഫൈനലി പുറത്ത് കിടക്കുന്ന ഒരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഫാമിലിയായിട്ട് സമയം ചിലവഴിക്കാൻ പറ്റുന്നു എന്ന്. കാരണം അടുത്തിടെയായിട്ട് നിങ്ങളിപ്പോൾ സാമ്പത്തികം, കരിയർ ഈ കാര്യത്തിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ കരിയറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഫാമിലിയിൽ നിങ്ങൾ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഒത്തിരി അതായത് ഒരുമിച്ച് ചേർന്ന് യാത്രകൾ പോകുന്നു. ജസ്റ്റ് യാത്രകൾ പോകുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കും വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ പറയും ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ ഒരുമിച്ച് വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ നടക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ ഈവൻ ക്ഷേത്രത്തിലോ പള്ളികളിലോ തൊട്ടടുത്ത് പോകുന്നതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണക്ട് ചെയ്ത് ഒരുമിച്ച് ഇപ്പോൾ പുറത്ത് പറമ്പുള്ളവരാണെങ്കിൽ ഒരുമിച്ച് പറമ്പിൽ പണിയെടുക്കുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും കൃഷിയോ അല്ലെങ്കിൽ പൂക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുമിച്ച് ചേർന്ന്. ഇപ്പോൾ കുക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒരുമിച്ച് എല്ലാവരും ഇരുന്ന് കുക്ക് ചെയ്യുന്ന അതേപോലെയൊക്കെ ഉള്ളൊരു രീതിയിൽ നല്ലൊരു കണക്ഷൻ ഫാമിലിയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു മാസം. പിന്നെ സൺ എനർജിയാണ്. അപ്പോൾ ഒത്തിരി കോൺഫിഡൻസും കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആത്മവിശ്വാസം കൂടുതലാണ്. ഇപ്പോൾ പബ്ലിക് പ്ലേസസിലൊക്കെ പോകുമ്പോൾ നിങ്ങളെപ്പോഴും ഒന്ന് ഷൈ ആയിട്ട് മാറി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതിലുള്ള മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഷൈനസ് മാറി കിട്ടുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ഒരു ഓവർവെൽഡ് ആയിട്ട് ഫീൽ ചെയ്ത് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. നിങ്ങൾ പതുക്കെ
നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നുണ്ട്. അതൊന്ന് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, ചില കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. കോൺഫിഡൻസ് ഇല്ലായ്മ മാറി നിങ്ങൾ ലൈഫിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ചെറിയ രീതിയിലൊക്കെ ബിസിനസ് പോലെയൊക്കെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളവും ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്നുണ്ട്, കുറച്ച് കോൺഫിഡൻ്റ് ആണ്. പ്രായമായി എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നുള്ളൊരു ചിന്തയൊന്നും അല്ല, മറിച്ച് നിങ്ങൾക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട്, അത് സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.